ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരാ സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തി അചിരേണാധിഗച്ഛതി. ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 39. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ് ഭഗവാൻ പറയണത്. ശ്രദ്ധയുള്ളവന് ജ്ഞാനം ലഭിക്കും. അപ്പോൾ ഈ ശ്രദ്ധ കിട്ടണോ? സംയതേന്ദ്രിയ, ഇന്ദ്രിയങ്ങൾ നമ്മൾ ഇന്ദ്രിയ സംയമനം, ഇന്ദ്രിയങ്ങളെ അതിജീവിക്കണം. നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. നമ്മുടെ വഴിമുടക്കികൾ അത് തന്നെയാണ്. പ്രകൃതിയെ ആസ്വദിക്കാൻ ബ്രഹ്മം തിരഞ്ഞെടുത്ത തുമ്പിക്കൈകളാണിത്. 5 തുമ്പിക്കൈ: കണ്ണ്, മൂക്ക്, നാക്ക്, പൊക്ക്, ചെവി. ചില ശബ്ദങ്ങൾ നമ്മളെയായിട്ട് വട്ടം തിരിക്കും. സംഗീതം, അതേപോലെ പലതരം ശബ്ദങ്ങൾ. ഈ ശബ്ദങ്ങൾ നമ്മളെ വല്ലാതെ പിടിച്ചു ചുഴറ്റും. പ്രകൃതിയിൽപ്പെട്ട ആളാണ് ഈ ശബ്ദം. അതേപോലെ ചില ദൃശ്യങ്ങൾ, ചില കാഴ്ചകൾ, ചില രൂപങ്ങൾ. ഈ രൂപങ്ങളിൽ നമ്മളങ്ങോട്ട് കുടുങ്ങിയിട്ട് അയ്യോ രക്ഷപ്പെടാൻ നല്ല ബുദ്ധിമുട്ടാണ്. എത്ര മനോഹരം എന്ന് തോന്നിപ്പോകുന്ന ചില ദൃശ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കും. പലതരം ദൃശ്യങ്ങൾ. പിന്നെ ചില മണങ്ങൾ, ചില ഗന്ധങ്ങൾ, ചില സുഗന്ധങ്ങളും നമ്മളെ ആകർഷിക്കും. ചില ദുർഗന്ധങ്ങളും മനുഷ്യരെ ആകർഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗന്ധം നമ്മളെ ആകർഷിക്കും, വട്ടം ചുഴറ്റും. അതേപോലെ തന്നെ നാവ് വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ഒരു ഇന്ദ്രിയമാണ് ഈ നാവ് കേട്ടോ. രുചിഭേദങ്ങൾ അന്വേഷിച്ചതിങ്ങനെ ഓടി നടക്കും. രുചിഭേദങ്ങൾ നമ്മൾ വല്ലാതെ തേടി നടക്കുന്ന ഒന്നാണിത്. ഏതൊക്കെ വിഭവങ്ങൾ പരീക്ഷിച്ചു. വിശപ്പടങ്ങാനുള്ള ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത്? അല്ല, വിശപ്പടങ്ങാൻ കുറച്ച് മത്തൻ്റെ ഇല ഉപ്പിട്ട് വേവിച്ച് അത് കൂട്ടിയിട്ട്, വെറും ഉപ്പ് കൂട്ടിയിട്ടൊക്കെ നമുക്ക് കഴിക്കാം വിശപ്പ് മാറാൻ. പക്ഷേ ആരും വിശപ്പ് മാറാൻ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഭക്ഷണം കഴിക്കാറില്ല. നാവിൻ്റെ രുചിക്ക് വേണ്ടി ഓടിപ്പായുന്നു. പിന്നെ അടുത്തത് ത്വക്ക്, സ്പർശനം. ഒരു കാറ്റിനെ നമ്മൾ അറിയുന്നത് ത്വക്കിലൂടെയാണ്. അതേപോലെ പല സംഭവങ്ങളുണ്ട്. തലോടൽ എല്ലാം ത്വക്കിലൂടെയാണ് അറിയുന്നത്. അപ്പോൾ ഈ ത്വക്കും നമുക്ക് ഇഷ്ടപ്പെട്ട സ്പർശങ്ങൾക്ക് വേണ്ടിയിട്ടും, ഇഷ്ടപ്പെട്ട ഗന്ധങ്ങൾക്ക് വേണ്ടിയിട്ടും, ഇഷ്ടപ്പെട്ട ദൃശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും, ഇഷ്ടപ്പെട്ട ശബ്ദങ്ങൾക്ക് വേണ്ടിയിട്ടും, രുചികൾക്ക് വേണ്ടിയിട്ടുമൊക്കെ നമ്മളിവിടെ ഈ പ്രകൃതിയിൽ കിടന്ന് തിരികയാണ്. നാരായണ ഗുരു പറഞ്ഞത് വളരെ സത്യമാണ്. പ്രകൃതി പിടിച്ചു ചുഴറ്റിടുന്ന നേരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. എത്ര ഗംഭീരനായിട്ടും കാര്യമില്ല. ഈ ആദിപരാശക്തി അമ്മ പിടിച്ചൊരു കറക്കിയ മൂക്കും കുതിത്താ കിടക്കുന്നു താഴെ. മനസ്സംയമനം. മനസ്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ് എന്ന് പറഞ്ഞല്ലോ നേരത്തെ. ഈ മനസ്സ് ആണ് ഈ 5 തുമ്പികൾ നീട്ടിയിട്ട് ഈ പ്രപഞ്ചത്തെ ആസ്വദിക്കുന്നത്. ഈ മനസ്സാണ്. ഈ മനസ്സ് അടങ്ങിയാൽ, അതായത് മനസ്സ് എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ഒരു കൂട്ടം, അതാണ് മനസ്സ്. ഒരു ചിന്ത, മറ്റൊരു ചിന്ത, വീണ്ടും ചിന്ത, ഇങ്ങനെ ചിന്തകൾ ശാന്തമായ തടാകത്തിൽ കല്ലുകൾ ഇടുന്ന ചരൽക്കല്ല് വാരി എറിയും പോലെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിരന്തരം വന്നും പോയും ഇരിക്കുകയാണ്. ആ ചലനത്തിലാണ് ഈ പ്രപഞ്ചം, ഈ പ്രകൃതി നിലനിൽക്കുന്നത്. ഈ ദൃശ്യപ്രപഞ്ചം, ഈ കാണായ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഈ കല്ലേറിലാണ്. മനസ്സ് എന്ന അവസ്ഥയിൽ വരുന്ന ചിന്തകളിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ ഈ പ്രപഞ്ചം ഈ മനസ്സ് നിലനിൽക്കുന്നിടത്തോളം കാലം, ഈ മനസ്സിൻ്റെ നിലനിൽപ്പ് ചിന്തക്കൂട്ടത്തിലാണ്. ഈ മനസ്സ് നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് രക്ഷയില്ല.
മനസ്സമാധാനമില്ല എന്ന് പറയാറില്ല. മനസ്സുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. ഈ അലയിളകുന്ന ആത്മാവാണ് ഈ മനസ്സ്. ഈ അല അടങ്ങണം മനസ്സിൻ്റെ. അപ്പോൾ അത് വീണ്ടും തിരിച്ച് ആത്മാവായി മാറും. ഇതിന് ശ്രദ്ധ വേണം, ശ്രദ്ധയോടെ ഇരിക്കണം. കാമിനി കാഞ്ചനങ്ങൾ, സുഗന്ധ ദുർഗന്ധ രുചികൾ ചുറ്റും മാടി മാടി വിളിക്കുമ്പോൾ സംയമനത്തോടെ അതിനെ മനനം ചെയ്ത് മനസ്സിലാക്കാൻ, അതിനെ മനനം ചെയ്ത് അതിൻ്റെ അറ്റം വരെ പോയി എവിടെ നിന്ന് ഇത് വരുന്നു, എവിടെ ഇത് അവസാനിക്കുന്നു, എന്താണ് ഈ പ്രതിഭാസം എന്ന് മനനം ചെയ്ത് കണ്ടെത്തിയാൽ മനസ്സടങ്ങും. പെട്ടെന്നല്ല, ക്രമേണ. അങ്ങനെ അടങ്ങിയ മനസ്സ്, ഇന്ദ്രിയങ്ങൾ അടക്കം വന്ന മനസ്സ്, അവിടെയാണ് ജ്ഞാനം പ്രകാശിക്കുന്നത്. അപ്പോഴാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന അവസ്ഥ. ശ്രദ്ധയോടെ ജ്ഞാനം ലഭിക്കുന്നത്. അറിവ്, ജ്ഞാനം, ബോധം, അവബോധം ലഭിച്ചാൽ വലിയ താമസമില്ലാതെ ശാന്തി വരുന്നു. അചിരേണ ശാന്തി വരുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ നാരായണ ഗുരുദേവൻ പറഞ്ഞതാണ് ശരി. പ്രകൃതി പിടിച്ചു ചുഴറ്റുകയാണ് നമ്മളെ. സത്യത്തിൽ പ്രകൃതി നമ്മളെ ചുഴറ്റുകയാണോ എന്നും സംശയം തോന്നും. കാരണം ഈ പ്രകൃതി 5 തുമ്പി ധരിച്ചു വന്നിട്ട് ഈ പ്രപഞ്ചം തന്നെ തിന്നുകയാണ് ചെയ്യുന്നത്. അകവും പുറവും തിങ്ങും മഹിമാവായ നിൻ പദം എന്ന് നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അകവും പുറവും ഇയാൾ തന്നെയാണ്. അപ്പോൾ ഇയാളാണ് കാണുന്നത്, ഇയാളാണ് കേൾക്കുന്നത്, ഇയാളാണ് തിന്നുന്നത്, ഇയാളെ തന്നെയാണ് തിന്നുന്നത്. ഇയാൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഈശാവാസ്യമിതം സർവം ഖൽവിദം ബ്രഹ്മ. ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. ഭഗവാനെ, അഹോ എന്തോ കഥ എന്നേ പറയാൻ പറ്റൂ. ഇതൊരു വല്ലാത്തൊരു പ്രതിഭാസമാണിത്. സറണ്ടർ ആവുക, ഗുരുപാദങ്ങളിൽ ശരണം പ്രാപിക്കുക. ത്വൽപാദ ഭക്തന്മാരായുള്ള മാനുഷജനങ്ങൾക്കുള്ളൊരജ്ഞാനമകറ്റുവാൻ സദ്ഗുരുലാഭമുണ്ടാം. രാമഭക്തന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ അജ്ഞാനം ലഭിക്കാൻ ഒരു ഗുരുവിനെ ലഭിക്കുന്നു. അതും രാമൻ്റെ ഇച്ഛ കൊണ്ട് എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. പരശുരാമനാണ് പറയുന്നത്, രാമനെ സ്തുതിച്ച് പറയുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും. യേശു ക്രിസ്തു പറഞ്ഞ പോലെ മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. അതുകൊണ്ട് ശ്രദ്ധയോടെ ജീവിക്കുക, ജ്ഞാനം ലഭിക്കും നിശ്ചയം. ജയ് ഗുരുദേവ്.